അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും അച്ചൂസ് ഫ്ലേവറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ പോപ്കോണിൻ്റെ റെസിപ്പി നമുക്ക് നോക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടുന്നത് ചിക്കനാണ്. ഞാനൊരു 300 ഗ്രാമോളം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കറക്റ്റ് അളവ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുമ്പോൾ പറഞ്ഞു തരാം. പിന്നെ മൈദ വേണം, കോൺഫ്ലോർ, കാശ്മീരി മുളക് പൊടി, ഉപ്പ്, ഒരു മുട്ട, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 വെളുത്തുള്ളി വേണം, പിന്നെ കുറച്ച് ഒറിഗാനോ. ഇത്രയാണ് ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. ഒറിഗാനോൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇനി നമുക്ക് ഇത് ചിക്കൻ എല്ലാം ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് നന്നായി അരച്ചെടുക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇത് ഫുള്ളിടരുത്, ഹാഫ് ഇട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഈ ചിക്കനിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ളു ഒറിഗാനോയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് നന്നായി അരച്ചെടുക്കാം. മിക്സിയിൽ ഇതുപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം, വീഡിയോസ് ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി ബാക്കിയുള്ള ചിക്കനും കൂടെ നമുക്ക് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഹാഫ് ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം, ചെറുതായി അരിഞ്ഞിട്ട്. ഇനി നമുക്കിത് നന്നായി പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പം ഞാൻ ബാക്കിയുള്ള ചിക്കനും ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഈ മുട്ട നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. നല്ല ലൂസായിട്ട് വേണം ഇതിരിക്കാൻ, അപ്പോൾ കുറച്ച് നന്നായി വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ ലൂസായിട്ട് വേണം ആക്കിയെടുക്കാൻ. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു കോട്ടിങ്ങും കൂടെ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാത്രം എടുക്കാം. വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. അതേ അളവിൽ തന്നെ നമുക്ക് കോൺഫ്ലോറും ചേർത്ത് കൊടുക്കാം, 2 ടേബിൾ സ്പൂൺ. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ചേർക്കുന്നത്. കോൺഫ്ലോർ ഇല്ലെങ്കിൽ അരിപ്പൊടി ആയാലും ചേർത്ത് കൊടുത്താലും മതി. ഇനി ഈ പൊടിയിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി അത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ ചിക്കനെല്ലാം നമുക്ക് ഒരു ഷേപ്പാക്കി എടുക്കാം. ഒരു ചെറിയ ബോൾ പോലെ ആക്കിയെടുക്കാം. എല്ലാം നമുക്ക് ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാൻ നമ്മുടെ ചിക്കൻ്റെ ബോളെല്ലാം ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഈ കോട്ടിങ്ങിലൊന്ന് മുക്കണം. ആദ്യം ഇതിങ്ങനെ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം ഈ കോട്ടിങ്ങിലിട്ടിട്ട് ഒന്ന് ഇതാക്കി എടുക്കണം. ഇങ്ങനെ നമുക്ക് എല്ലാം ചെയ്തെടുക്കണം. ഇനി ഇതേപോലെ നമുക്ക് എല്ലാ ബോളും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇത് കോട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ
ഇതിൻ്റെ ഉള്ളൊന്നും വേവാണ്ടുണ്ടാവും. അപ്പോൾ നമുക്കിനി ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ വെക്കാം. ഞാനിവിടെ ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ബോൾസ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ ചിക്കൻ്റെ ബോളുകളും ഇട്ട് കൊടുക്കാം. ഇനി ഇത് മീഡിയം തീയിലിട്ട് നമുക്ക് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി വേവിച്ചെടുക്കാം. നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ എല്ലാ ചിക്കൻ പോപ്കോണും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുമാണ്. നമ്മുടെ KFCയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് ഇതുള്ളത്. ഇതിപ്പോൾ സോസിൻ്റെയോ മയോണൈസിൻ്റെയോ എന്തിൻ്റെങ്കിലുമൊക്കെ കൂടെ കഴിക്കാൻ, വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇത് പുറം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമാണ്. ഞാൻ ഒരെണ്ണം മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ് അകം. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു.